ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി നിലപാടായി പറയുന്നത്. സംഗമത്തിലേക്ക് ക്ഷണിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണമായിരുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അത് നിങ്ങളോട് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു. എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ശരത് എസ് ആണ് ചേരുന്നത്. ശരത്ത്, ഈ വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിട്ട് കുറേയധികം ദിവസങ്ങളായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മാധ്യമങ്ങളോട് പറഞ്ഞില്ല, സുരേഷ് ഗോപിയും ഇത്ര ദിവസം പറഞ്ഞില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് താൻ പോകുന്നില്ല അയ്യപ്പ സംഗമത്തിന്, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും ഒന്നും വിശദമായി പറയുന്നില്ലെങ്കിൽ പോലും പോകുന്നില്ല എന്ന നിലപാടെടുക്കുന്നു. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ ഇത് പറയാത്തതെന്ന മറു ചോദ്യമാണല്ലോ അദ്ദേഹം ഉയർത്തുന്നത്. വിനീത, അത് തന്നെയാണ്. ഒരു കാരണവശാലും ഇത്തരമൊരു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപിയുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തത്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിലുള്ളത് വ്യക്തമായൊരു മറുപടി സുരേഷ് ഗോപി നൽകിയിരുന്നില്ല. കാരണം അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ നിലപാടായി പറയുന്നത്. മാത്രമല്ല ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നടക്കം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇക്കാര്യങ്ങളടക്കം അദ്ദേഹത്തോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരുപക്ഷെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം ഇന്നിപ്പോൾ ആവർത്തിച്ച് പറഞ്ഞത്. ആലപ്പുഴയിലെ വിവിധ പരിപാടികളിൽ ഇന്നിപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. അതിനിടയിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയത്. ആ സമയത്താണ് അദ്ദേഹം ഇത്തരമൊരു നിലപാട് ഉറപ്പിച്ച് പറയുകയും ചെയ്തത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെ സുരേഷ് ഗോപി പറയുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു ക്ഷണം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.